ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു പ്രായോഗിക സംവിധാനം എന്ന നിലയിലാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനേക്കാൾ പ്രായോഗികമായൊരു സൊല്യൂഷൻ നമ്മളുടെ ആളുകളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ഭരണം ഒരാളെ ഏൽപ്പിക്കാനില്ല നമുക്ക്. അല്ലെങ്കിൽ വരേണ്ടത് ഇന്ത്യ പോലെ ഇത്ര വൈവിധ്യങ്ങളുള്ളൊരു നാട്ടിൽ ഒരൊറ്റ ഛത്രപതി, ഒരൊറ്റ ഏകാധിപതി വന്ന് ഭരിക്കുക എന്ന് പറയുന്നത് ഉടനെയൊന്നും അത്ര പ്രായോഗികമായ കാര്യവുമല്ല. അതിന് ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്, സമ്മതിപ്പിക്കില്ല. അതെ. പക്ഷേ അത് അത്ര എളുപ്പമാണെന്ന് എനിക്കറിയില്ല. അത് സാധ്യത ചിലപ്പോൾ അങ്ങനെയൊക്കെ ഭാവി വരാൻ മേലായിക്കില്ല. കാരണം ഇപ്പോൾ പലയിടത്തും അങ്ങനെയായി മാറി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ചൈന, അവിടുത്തെ പ്രസിഡന്റിന് ആയുഷ്കാലം ഭരിക്കാനുള്ള റൈറ്റ് കൊടുത്തിരിക്കുക. ടെക്നോളജിക്കലി, വാണിജ്യപരമായി ലോകത്തെ ഇന്ന് ഭരിക്കുന്ന ഏറ്റവും വലിയ ശക്തികളിലൊന്നാണത്. 2, റഷ്യ. അവിടെ ഒരു പ്രസിഡന്റ് അധികാരത്തിൽ വന്നിട്ട് എത്ര കൊല്ലമായി? റഷ്യയുടെ പക്ഷേ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് അവർ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് എന്തായിരുന്നോ അതിൽ നിന്ന് വളരെ മുമ്പോട്ട് പോയിട്ടുള്ളത് നമ്മൾ പ്രകടമായിട്ട് കാണാം. രാജ്യം വളരെയധികം മുന്നോട്ട് വരുന്നുണ്ട്. എന്നാൽ ഏകാധിപത്യമാണ് അവിടെ നടക്കുന്നത്. സിംഗപ്പൂര് എത്രയോ കൊല്ലമായിട്ട് ഏകാധിപത്യമാണ്. എത്രയോ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ്. മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ, ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ അങ്ങനെയല്ലേ? UAE, ഒമാൻ, കുവൈറ്റ് എല്ലാം